ഹലോ ഫ്രണ്ട്സ്, ജുവൽ ഇൻ വണ്ടർലാൻഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒരു മനോഹരമായ കാഴ്ചയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. UK-യിലുള്ള എല്ലാവരും ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. നമ്മൾ പലരും കേട്ടിട്ടില്ലേ, സൺഷൈൻ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ഇൻ ദ വേൾഡ് എന്ന്. ആ വാക്കിനെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള വ്യൂ ആണ് ഈസ്റ്റ്ബോൺ പിയർ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി കേട്ടിട്ട് വന്നാലോ. ഏകദേശം 1866 ഏപ്രിലിൽ പണി തുടങ്ങി 4 വർഷത്തിന് ശേഷം അന്നത്തെ ഭരണാധികാരിയായിരുന്ന എഡ്വേർഡ് കാവൻഡിഷ് പ്രഭു ഇത് തുറന്നെങ്കിലും 1872 വരെ ഇത് പൂർത്തിയായില്ല. 300 മീറ്റർ നീളമുള്ള പിയർ കടൽ തീരത്തെ കപ്പുകളിൽ വിശ്രമിക്കുന്ന സീബെഡുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ പ്രിമിനേഡിലാണ് പിയറിൻ്റെ പ്രവേശന കവാടം ആദ്യം നിർമ്മിച്ചത്. എന്നാൽ 1877 കൊടുങ്കാറ്റിനെ തുടർന്ന് അത് ഒലിച്ചുപോയി. പിന്നീട് അത് ഉയർന്ന തലത്തിൽ പുനർനിർമ്മിച്ചു. 1888 400 പേർക്കിരിക്കാവുന്ന ഡോംസ് പവലിയൻ നിർമ്മിക്കപ്പെട്ടു. 1000 സീറ്റുകളുള്ള തിയേറ്റർ 1970 തീപിടുത്തത്തിൽ നശിച്ചു. പകരം ഒരു സായാഹ്ന വിനോദവേദിയായി ഇത് അറ്റ്ലാന്റ്സ് നൈറ്റ് ക്ലബ്, ദി വാട്ടർ ഫ്രണ്ട് കഫേ ബാറാക്കി മാറ്റി. ഇതാണ് നിങ്ങൾ ഇന്നിവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത്. ഞങ്ങളിതാ പതുക്കെ പിയറിൻ്റെ ഡോറിലൂടെ അകത്തേക്ക് കയറുകയാണ്. വളരെ മനോഹരമായിട്ടാണ് ഇവരിവിടെ അലങ്കരിച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഇവിടെ സമ്മറാണ്, ഇവിടെ ഫെസ്റ്റിവലിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരും ഉണ്ട്. 2 സ്ഥലങ്ങളിലായിട്ട് നമ്മളുടെ ഏഷ്യൻ ഫുഡ് കോർട്ട്, അങ്ങനെ നമ്മുടെ കൂൾ ബാർ, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിലാണ് ഇവരിവിടെ ഓരോന്നും ചെയ്തിരിക്കുന്നത്. നമ്മൾ പതുക്കെ പിയറിൻ്റെ ഉള്ളിലേക്ക് നടന്ന് നീങ്ങുന്ന ജുവൽ അവിടെ ഇവിടെ ഓടി നടക്കുന്നുണ്ട്. കാരണം അവൾക്ക് ഉപയോഗപ്രദമായ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കടലൊരു വികാരം തന്നെയാണല്ലേ. 2 ഇരുവശങ്ങളിലായിട്ട് വിശാലമായിട്ട് കിടക്കുന്ന കടൽ, അത് നമ്മുടെ മനസ്സിന് നൽകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. നമ്മൾക്ക് ഒത്തിരി എൻജോയ്മെൻറ്റ് പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പിയർ. ഒരു വട്ടമെങ്കിലും എല്ലാവരും വന്ന് കാണണം. ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടലെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷ്യസാണ്. അവർക്കെന്നല്ല, എല്ലാവർക്കും. പക്ഷേ അവർ സായാഹ്ന സമയത്ത് വന്നിരുന്ന് ഒരു കോഫിയോ അല്ലെങ്കിൽ ഒരു ക്യാപ്പിച്ചീനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നിരുന്ന് അവരുടെ ജീവിത കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഒത്തിരി സമയം ചെലവിടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അവരെ കൂടുതൽ സന്തോഷിപ്പിക്കാനായിട്ട് ഇവിടെ സായാഹ്ന സമയത്ത് അവർ പല വിനോദ കാര്യങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ വന്നപ്പം അവിടെ ഒരു സിംഗർ നന്നായിട്ട് പാടുന്നുണ്ട്. അതൊക്കെ കേട്ട് ഒത്തിരി പേര് അവർ റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഇവിടുത്തെ കെട്ടിടങ്ങളും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമായിട്ടാണ് അവർ അലങ്കരിച്ചിരിക്കുന്നത്. ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ മനോഹരമായിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്.
പിന്നീട് എടുത്ത് പറയേണ്ട ഒരു സ്ഥലമാണ് ഇത്. ഇത് കുട്ടികൾക്കെന്നല്ല, മുതിർന്നവർക്കും ഒരുപോലെ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണിത്. നമുക്കവിടെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ പൊട്ടും, എന്നാലും നമുക്ക് ഒത്തിരി റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേസാണ്. ഒത്തിരി എനിക്കും എന്നല്ല, എല്ലാവരും ജുവലും ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. കാരണം ഞങ്ങളുടെ വീട് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ മിക്ക സമയത്തും ഇവിടെ വന്ന് ഞങ്ങളുടെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. വളരെ മനോഹരമായാണ് ഇവിടെ ഓരോ സ്ഥലങ്ങളും. എക്സ്പെഷ്യലി ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം മനോഹരമായ ഈസ്റ്റ്ബോൺ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇല്ല, അവസാനിക്കുന്നില്ല. ഈസ്റ്റ്ബോൺ കാഴ്ചകൾ ഒത്തിരി ബാക്കിയുണ്ട്. എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എൻ്റെ കുഞ്ഞു ചാനലിനെ ദയവായി സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.